മൗലാന അസദ് മദനി എന്ന് പറയുന്ന ഒരു MPയെക്കുറിച്ച് ഒരു ചിത്രം വെച്ചുകൊണ്ട് മമ്മൂട്ടി അഞ്ചുകുന്നെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇങ്ങനെയുമൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇത് പറയണമെന്ന് ഞാൻ കരുതിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെയും അടിയിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി ഒരു വലിയ നീണ്ട കുറിപ്പ് മറ്റൊരു ബുദ്ധിജീവിയും എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരം മനുഷ്യരെയൊക്കെ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് പോകുന്നവരുള്ള കാലത്തിൻ്റെ നടുവിലാണ് നമ്മൾ സാമൂഹ്യ മാധ്യമവും അതുപോലുള്ള സംഗതികളും ഒക്കെയായി ഇങ്ങനെ നിന്ന് ഈ പ്രവർത്തിച്ചു പോരുന്നത് എന്നത് കൗതുകരമായി തോന്നി. ഏതായാലും ഈ മൗലാന സയ്യിദ് അസദ് മദനി എന്ന് പറയുന്ന ആൾ 2006 മരണപ്പെട്ടത്. 1928 ജനിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഏതാണ്ട് 19 വയസ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിലെ മുൻനിര പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം ജനിച്ചത് 1928 ഏപ്രിൽ 27 ഉത്തർപ്രദേശിലെ ദർബന്ദിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ദാറുൽ ഉലൂം ദർബന്ദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും അധ്യാപനവും ഒക്കെ ആയിരുന്നു. അദ്ദേഹവും അവിടെ തന്നെയാണ് പഠിച്ചത്. 63 ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പറയുന്ന അതിൻ്റെ സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുത്തു. 70 മുതൽ 2006 വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അടക്കം പങ്കെടുത്ത് അന്നത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന അദ്ദേഹത്തെ 68, 74, 74, 80, 80, 86 3 ടേമുകളിൽ ഏതാണ്ട് 18 വർഷക്കാലത്തോളം ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യ വിഭജനത്തെ അതിശക്തമായി എതിർത്ത പിതാവിൻ്റെ മകനായിരുന്നു. ഏകീകൃത ഇന്ത്യ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ ഈ പറഞ്ഞ മകനുമൊക്കെ. ഏതായാലും അദ്ദേഹത്തിനെക്കുറിച്ച് മമ്മൂട്ടി അഞ്ചുകുന്ന് എഴുതിയ ഒരു കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ നല്ല തർജ്ജിമയുണ്ട്. ആ വിടവാങ്ങൽ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട ചെയർമാൻ, ഈ സഭയിലെ എൻ്റെ കാലാവധി പൂർത്തിയായതിനാൽ ഞാൻ സഭയിൽ നിന്ന് വിരമിക്കുകയാണ്. എൻ്റെ ഈ സഭാ കാലയളവിൽ എനിക്ക് നൽകിയ ഉദാരമായ സഹകരണത്തിനും പിന്തുണയ്ക്കും നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായി മാറുന്നത് കാണണമെന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. രാജ്യത്ത് നിയമവാഴ്ച നിലനിർത്താനും ജനാധിപത്യ മൂല്യങ്ങൾ വേരുപിടിപ്പിക്കാനും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്കായി ഞാൻ പാർലമെൻറ്റിൽ 2 ബില്ലുകൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം അവയ്ക്ക് സഭയുടെ അംഗീകാരം നേടാനായില്ല എന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ പിതൃസ്വത്തിൽ അവകാശം ഉറപ്പാക്കുന്നതിനായി ഞാനൊരു ബിൽ അവതരിപ്പിച്ചിരുന്നു. 1935-36 കാലഘട്ടത്തിൽ ജമിയത്തുലമായ ഹിന്ദിൻ്റെ ദീർഘകാല പോരാട്ടത്തിനൊടുവിൽ ഈ രാജ്യത്ത് ശരീഅത്ത് ബിൽ പാസാക്കപ്പെട്ടു. ഈ ബിൽ പ്രകാരം പിതൃസ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശവിഹിതം സർക്കാർ അനുവദിച്ചു. എന്നാൽ ബിൽ പാസാക്കുന്നതിന് മുൻപ് ജനാബ് മുഹമ്മദ് അലി ജിന്ന ഒരു ഭേദഗതി മുന്നോട്ട് വച്ചു. അതനുസരിച്ച് വനഭൂമിയും കാർഷിക ഭൂമിയും ഈ ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു നിർദ്ദേശം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് ആ ബിൽ പാസാക്കുകയും ചെയ്തു. ഈ വ്യവസ്ഥ ഒഴിവാക്കി പിതൃസ്വത്തിൻ്റെ എല്ലാ തരങ്ങളിലും സ്ത്രീകൾക്ക് അവകാശം ലഭിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജമിയത്തുലമായ ഹിന്ദ് പഴക്കവും തഴക്കവുമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ സംഘടന ശ്രദ്ധേയമായ തരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. 1803 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതിലെല്ലാ പ്രജകളും ദൈവത്തിൻ്റേതാണെന്നും രാജ്യം ചക്രവർത്തിയുടേതാണെന്നും ഭരണം കമ്പനി ബഹദൂറിൻ്റേതാണെന്നും പ്രഖ്യാപിച്ചു. തുടർന്ന് അക്കാലത്തെ പ്രമുഖ പണ്ഡിതനും ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ മകനുമായ മഹാനായ ഷാ അബ്ദുൽ അസീസ് 1803 പ്രസിദ്ധമായ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. അതിൽ ഇന്ത്യ ദാറുൽ ഇസ്ലാം അല്ലാതായതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ഫത്വ മതപരമായും രാഷ്ട്രീയപരമായും ഇന്ത്യ ചരിത്രത്തിൽ, വിശിഷ്യ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഒരു നാഴിക കല്ലായിരുന്നു. ശക്തനായ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ അഭാവത്തിൽ
ഒരു വിദേശ ശക്തിക്കെതിരായ പ്രതിരോധത്തിനായി മതബോധമുള്ള മുസ്ലിങ്ങളെ അണിനിരത്താനുള്ള ആഹ്വാനമായിരുന്നു അത്. ഈ ഫത്വ പുറപ്പെടുവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സാധാരണക്കാരായ ജനങ്ങളും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനായി മുൻനിരയിലേക്ക് കടന്നുവന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ ആ ഫത്വയിലെ വാക്കുകളുടെ പ്രതിധ്വനി ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. മഹാനായ ഷാ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന ഈ സമരപ്രസ്ഥാനത്തെ ശക്തരായ ബ്രിട്ടീഷുകാർ ഒരു പരിധിവരെ അടിച്ചമർത്തി. എന്നാൽ അദ്ദേഹം 1857 കൊളുത്തിയ തീ പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ശക്തമായ പ്രക്ഷോഭമായി വളർന്നു വന്നതായാണ് ചരിത്രം പിന്നീട് കണ്ടത്. മൗലാന മഹ്മൂദുൽ ഹസനാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആ പാരമ്പര്യം ഏറ്റെടുത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജിഹാദ് ആരംഭിക്കുന്നതിനായി തൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. അവർ ആദ്യം അവിടെ ഒരു സ്വതന്ത്ര സർക്കാർ സ്ഥാപിക്കുകയും രാജ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ അതിൻ്റെ ആദ്യ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് മൗലാന ഉബൈദുള്ള സിന്ധി, മൗലാന ബർക്കത്തുള്ള ഭോപ്പാലി, മൗലാന മൻസൂർ അഹമ്മദ് അൻസാരി തുടങ്ങിയവർ അവരോടൊപ്പം ചേർന്ന് ഈ സ്വാതന്ത്ര്യ ഭരണകൂടത്തെ സഹായിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് ഒട്ടോമൻ ഭരണാധികാരികളുടെ സഹകരണം തേടുന്നതിനായി മൗലാന മഹ്മൂദ് ഹസൻ ഹിജാസിലേക്കും തുർക്കിയിലേക്കും യാത്ര തിരിക്കുകയുണ്ടായി. എന്നാൽ മക്കയിലെ ഷരീഫ് ഭരണകൂടം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെയും അറസ്റ്റ് ചെയ്ത് മാൾട്ടയിലെ ഒരു ജയിലിലേക്ക് അയച്ചു. അവിടെ അവർ 3.5 വർഷത്തിലേറെ കാലം തടവിൽ കഴിയേണ്ടി വന്നു. 1920 മൗലാന മഹ്മൂദ് ഹസൻ, മൗലാന ഹുസൈൻ അഹമ്മദ് മദനി എന്നിവരും മറ്റ് സഹപ്രവർത്തകരും മാൾട്ടയിൽ നിന്ന് മുംബൈയിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നതിനായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തി ഒരു സംയുക്ത വേദിയും സംയുക്ത നേതൃത്വവും അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശക്തമായ ഐക്യവും സഖ്യവും രൂപപ്പെടുത്താതെ ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം നേടാനാകില്ലെന്നും അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവർ പ്രേരിപ്പിച്ചു. മൗലാന മഹ്മൂദ് ഹസന്റെ സാന്നിധ്യത്തിൽ തന്നെ മൗലാന അബ്ദുൽ ബാരി ഫിറംഗി മഹലി അന്നു മുതൽ ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ ശക്തിയും ഗതിവേഗവും കൈവന്നു. മൗലാന മഹ്മൂദുൽ ഹസന്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും മഹത്തായ ത്യാഗങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറെ കടപ്പെട്ടിരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ഡോക്ടർ അൻസാരി, ഹക്കീം അജ്മൽ ഖാൻ, മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന ഉബൈദുള്ള സിന്ധി, മൗലാന ഹുസൈൻ അഹമ്മദ് മദനി തുടങ്ങിയവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാക്കളായിരുന്നു. യഥാർത്ഥത്തിൽ അവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വെളിച്ചം പകർന്ന പോരാളികളായിരുന്നു. 1936 അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപത്തിൻ്റെ പതാക ഉയർത്തി. പെഷാവറിൽ നടന്ന ജംഇയ്യത്ത് ഉലമായെ ഹിന്ദിൻ്റെ വാർഷിക സമ്മേളനം സ്ത്രീകൾക്ക് പിതൃപാരമ്പര്യ സ്വത്തിൽ അവകാശം നൽകണമെന്നാവശ്യപ്പെട്ടു. ഏറെ പ്രയാസങ്ങൾക്കൊടുവിൽ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ ബിൽ പാസാക്കുന്നതിൽ അവർ വിജയിച്ചു. എന്നാൽ മുൻപ് സൂചിപ്പിച്ച പോലെ ജനാബ് ജിന്ന സാഹിബ് ബില്ലിൽ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. അതനുസരിച്ച് വനഭൂമിയും കാർഷിക ഭൂമിയും ഈ ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു നിർദ്ദേശം. അങ്ങനെ ആ ബില്ലിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നഷ്ടപ്പെട്ടു. ആ ബില്ലിന് പകരമായി ഞാനിവിടെ മറ്റൊരു ബിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് പാർലമെൻറ്റിൽ പാസ്സായിരുന്നുവെങ്കിൽ കാർഷിക ഭൂമിയിലും വനഭൂമിയിലും ഉൾപ്പെടെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തവകാശം ലഭിക്കുമായിരുന്നു. എന്നാൽ ബിൽ പാസ്സാക്കുന്നതിനായി ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല എന്നത് ഖേദത്തോടെ പറയേണ്ടി വരുന്നു. ഈ ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കണമെന്നത് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ്. ശ്രീ ജിന്നയുടെ നിർദ്ദേശപ്രകാരം ബില്ലിൽ ഉൾപ്പെടുത്തിയ ചില വ്യവസ്ഥകൾ അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. കാർഷിക ഭൂമിയിലും വനഭൂമിയിലുമുള്ള അനന്തരാവകാശത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ ഒഴിവാക്കാൻ പാടില്ല. ഞാൻ മറ്റൊരു ബില്ലും അവതരിപ്പിച്ചിരുന്നു. അതാണ് ഖാസി ബിൽ. ആ ബില്ലിനും അംഗീകാരം നേടാനായില്ല. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ സാമൂഹികവും കുടുംബപരവുമായ ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ ഈ ബിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായി 3 തവണ കാലാവധികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കാലയളവുകളെല്ലാം തന്നെ
വളരെ ആസ്വദിക്കുകയും സന്തോഷത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അരാജകത്വത്തിനും അതിക്രമങ്ങൾക്കും നശീകരണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഞാൻ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം മികവ് പുലർത്തുമെന്നും രാജ്യത്തിൻ്റെ വികസനത്തിനും സമൃദ്ധിക്കും നമ്മുടെ സംഭാവന നൽകുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ജീവിതം അവസാനിച്ച ശേഷം 2006 വരെ അദ്ദേഹം ജമിയത്തുൽ ഉലമായെ ഹിന്ദിൻ്റെ അധ്യക്ഷനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രകാശനം ചെയ്യുകയുണ്ടായി. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അടിയിൽപ്പെട്ടിരുന്ന ഒരു കുറിപ്പ് കാണാനിടയായത്. അതെഴുതിയതും ഒരു കമൻറ്റിൻ്റെ ആളാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏതായാലും പുതിയ കാലത്തിൻ്റെ പ്രസ്ഥാനങ്ങളിൽ, അതായത് വേറിട്ട നിലപാടുകാരിൽ, വ്യതിരിക്ത സോഷ്യൽ ഓഡിറ്റർമാരിൽ പെടുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മൗലാന അസദ് മദനിയെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഉചിതം. എന്ന് വെച്ചാൽ വലിയ കുഴപ്പക്കാരനും മഹാ കുഴപ്പക്കാരനുമായിരുന്നു എന്ന് തോന്നുന്ന പോലെയാണ് തോന്നിയത്. ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്നൊരു സംഘടന സ്വതന്ത്ര അസ്തിത്വം നേടിയെടുക്കുന്നത് തന്നെ അസദ് മദനി മരിച്ചതിന് ശേഷമാണ്. കോൺഗ്രസിന് വേണ്ടി എല്ലാ മുസ്ലിം കൂട്ടായ്മകളെയും തകർക്കലായിരുന്നു ഈ മൗലാനയുടെ ജോലി. മുസ്ലിം മജ്ലിസെ, മുഷാവറ, മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് തുടങ്ങിയ ഒരു കൂട്ടായ്മയിലും അദ്ദേഹം ഇല്ലായിരുന്നു. അതിന് കിട്ടിയ കൂലിയായിരുന്നു രാജ്യസഭാംഗം. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പാർലമെൻറ്റ് കാലഘട്ടത്തിൽ എത്രയോ മുസ്ലിം പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ പുറത്തും കത്തി നിന്നിരുന്നു. അതിലൊന്നും ഈ രാജ്യസഭാംഗം ഇടപെട്ടത് പറഞ്ഞു തരാമോ? ചരിത്രം വല്ലാതെ പഠിപ്പിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഇന്നത്തെ ജമിയത്തുൽ ഉലമയെ അല്ലായിരുന്നു അസദ് മദനിയുടെ ജമിയത്തുൽ ഉലമ എന്ന് മാത്രം പറയാം. ഏതായാലും അന്നത്തെ കാലഘട്ടത്തിൻ്റെ കോൺഗ്രസിൻ്റെ വലിയ മഹാകുഴപ്പങ്ങളുടെ ഒരു സംഗതിയൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അങ്ങനെ ഈ കുഴപ്പം പറഞ്ഞ ആളുകളെല്ലാം കൂടിയാണ് 2014 ഈ പരിപാടി അവസാനിപ്പിച്ച് നമ്മുടെ മോദിജിയുടെ കയ്യിൽ ഇന്ത്യ കൊടുത്തത്. അതിലൊക്കെയുള്ളൊരു പ്രമാണി ആളുകളിൽ ഒരാളായിരിക്കും ഇദ്ദേഹവും ഇദ്ദേഹത്തെ പോലുള്ള ധാരാളം ആളുകളും. വർഷങ്ങൾക്ക് ശേഷം മരിച്ച ഒരാളിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം ചെയ്ത വലിയ കുഴപ്പം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുകയും അതിന് കൂലി കിട്ടിയതാണ് ഈ സാധനം എന്നൊക്കെയാണ് പടച്ചുവിടുന്നത്. ഇത്തരം മനുഷ്യരെക്കുറിച്ച് പോലും ഇങ്ങനെ എഴുതാൻ ഒരു മടിയില്ലാത്തവരുടെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നല്ലോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.